മുത്തുമണികളെ എല്ലാവർക്കും സുഖമായിരിക്കണേ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് ദയവ് ചെയ്തിട്ട് തന്നെ ആ പാർട്ടിക്കാരാണ്, ഈ പാർട്ടിക്കാരാണ്, മറ്റേ പാർട്ടിക്കാരാണെന്ന് പറയരുത്. കാരണം എനിക്കൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല, ഞാൻ ആദ്യമേ പറയട്ടെ. പിന്നെ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ പറയാനുള്ള അവകാശമുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ വന്നിട്ട് തരാം. എന്നിട്ട് നിങ്ങൾ പറയും. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന് ഉത്തരവിലുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. മുത്തുമണികളെ അപ്പോൾ ചില ആൾക്കാർ ഇത് രാഷ്ട്രീയം കണ്ടിട്ട് ഉള്ള പരിപാടിയാണ് നിൽക്കണ്ട. കാരണം രാഷ്ട്രീയം പറയല്ല, എനിക്ക് പറയാൻ തോന്നിയ കാര്യം പറയാണ്. ഞാൻ വേറെ ഒന്നല്ല, ഇവിടുന്ന് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ജയിലിലേക്ക് പോണത് നല്ല ഭക്ഷണം അടിപൊളി ശമ്പളമായിട്ട് കിട്ടാനാ. ഇപ്പം ഇവിടുന്ന് ആൾക്കാർ ജോലി ചെയ്തിട്ട് മറ്റേ ബംഗാളികൾ വരെയൊക്കെ ജോലി ചെയ്തിട്ട് അവരെ നാട്ടിലേക്ക് പോകുമ്പോൾ റിച്ചായിട്ട് പോകും. അതേമാതിരി മറ്റേ ഇവിടുന്നൊക്കെ 1 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ 3 വർഷം 4 വർഷം ജീവപര്യന്തം അത്രയും വർഷം കഴിഞ്ഞ് വരുമ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പുണ്ടാവില്ല അവന്മാരുടെ കയ്യിലൊക്കെ. നല്ല ഭക്ഷണവും നല്ല കാര്യങ്ങളും നല്ല ഇതും നല്ല ശമ്പളമൊക്കെ കിട്ടുമ്പോൾ അത് കുറ്റകൃത്യങ്ങൾ കൂടുതൽ ചെയ്യുക. ഇതിലിപ്പോൾ എന്തൊരു കാര്യമുള്ളത്? കാരണം നാട്ടിൽ ജീവിക്കാൻ വഴിയില്ല, എല്ലാ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. എന്തെങ്കിലും ഒരു സാധനത്തിന് പോലും വില കുറവില്ല. എന്തിനാണ് പിണ്ണാക്ക് വാരി തിന്നാൻ പോലും അതിന് വില കൂടുതലാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുക ഇവിടെ ഓരോരുത്തർ. കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ടെലിഫോൺ ബില്ല്, സ്കൂൾ ഫീസ്, ബാങ്ക് അടവ്, ഫണ്ടടവ്, ഇനി അടയ്ക്കാൻ ബാക്കിയൊന്നുമില്ല. അതൊക്കെ അടച്ചിട്ട് ഒരു 800-1000 രൂപ ശമ്പളം കിട്ടുന്നവർ അപ്പുറത്ത് കടം പഠിച്ചിട്ടാണ് ഒരു ദിവസത്തെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ ബില്ലുകളൊന്നും ഇല്ലാണ്ട് 4 ചുമരിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 560-620 മാസം 18,000 രൂപ കൊടുക്കുന്നത്. ഇത് ശരിയാണോ? ഇനി അതും പോട്ടെ, ഇവിടെ ലോട്ടറി വെക്കണ എത്ര പാവങ്ങളുണ്ട്, എത്ര ആൾക്കാരുണ്ട്, എത്ര കാലുണ്ട്, എത്ര കൈയുണ്ട്. ഇത് അവരെ നിങ്ങൾ കുറച്ചില്ലേ? ഇനി അഥവാ 10 രൂപ കൂട്ടണമെങ്കിൽ നമ്മൾ എത്ര സമരം ചെയ്യണോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ? ഒറ്റ അടിക്ക് ഇങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുപോലെ എൻ്റെ വണ്ടർ ക്ഷേമനിധി ഉണ്ടായിരുന്നില്ല, ഇപ്പം ക്ഷേമനിധി കൊണ്ടുവന്ന് പലിശ അടക്കം അത് ഞങ്ങൾ അടക്കിയിട്ടുണ്ട്. നിരന്തരം ഞങ്ങൾ ഇവിടെ നാട്ടിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കുറ്റം ചെയ്ത് ജയിലിലുള്ള ആൾക്കാർക്ക് നിങ്ങളിങ്ങനെ ആനുകൂല്യം കൊടുക്കുമ്പോൾ ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങളതിന് പ്രതികരിക്കുക ചെയ്യും. ഞാൻ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല, ഒരു പാർട്ടിക്കാരനല്ല. എനിക്ക് വേദന തോന്നി, അത്രയ്ക്കും വിഷമമുണ്ട്. ഇവിടെ നാട്ടിൽ ജീവിക്കാൻ ഗതിയില്ലാത്തതാണ് ഇത്ര അധികം പൈസ കൊടുത്തിട്ട് അവിടെ ആൾക്കാർ തെറ്റിപ്പോരുന്നത്. ആരോട് പറയാം, ആര് കേൾക്കാം?